എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മാമ്പഴ ഹൽവയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ മാങ്ങ സീസണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവമാണിത്. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത മാമ്പഴം വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇന്ന മാമ്പഴം എന്നില്ല, ഏത് മാമ്പഴമായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മാമ്പഴം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പൾപ്പ് എടുക്കണം. അതിൻ്റെ പൾപ്പ് വെച്ചാണ് നമ്മളിത് ചെയ്യണത്. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പൾപ്പാണ് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ചേർക്കണത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർക്ക് കോൺഫ്ലോർ ആയാലും മതി. കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ ആണെങ്കിലും അങ്ങനെ തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം, നെയ്യ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹൽവ തയ്യാറാക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർ ഈ സമയത്ത് കോൺഫ്ലോർ ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറോ ആണ് നമ്മൾ എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് മാംഗോ പൾപ്പ് ആഡ് ചെയ്യാണ്. മാംഗോ പൾപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് കത്തിച്ച് തയ്യാറാക്കേണ്ടതാണ്. ഇത് മിക്സ് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കത്തിച്ചിട്ട് ഹൽവ തയ്യാറാക്കണം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കിയത് ഇടാനായിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ തടവി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കത്തിച്ച് ഹൽവ തയ്യാറാക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ 5 മിനിറ്റ് നേരം നന്നായി കത്തിച്ച് ഇളക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് അതിലെ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യാനുസരണം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യണത്. വെളിച്ചെണ്ണയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യേണ്ടതാണ്. ഇതും നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ഏലക്കപ്പൊടിയും ആഡ് ചെയ്യാം. ഏലക്കപ്പൊടി ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഞാൻ വാനില എസൻസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. പല ഫ്ലേവറും ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ മേടിക്കാതിരിക്കാൻ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങയ്ക്ക് മഞ്ഞ കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൽവയുടെ കളറ് മാറിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏലക്കപ്പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം 5 മിനിറ്റ് നേരം കൂടെ ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കണ്ടു, ഇതിങ്ങനെ ഇളക്കണ സമയത്ത് ഇതിങ്ങനെ റൗണ്ടായിട്ട് വരും. അത് ഇതുമേ ഒട്ടിപ്പിടിക്കാതെ നല്ല റൗണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നേരം കൂടെ നമുക്കിത് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കി കിട്ടും. നമ്മളപ്പോൾ ഹൽവ ഇടാനായിട്ട് പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ മുന്നേ തന്നെ പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൽവ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇളക്കണ സമയത്ത് ഇതിൽ നിന്നിങ്ങനെ വിട്ട് പോരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഹൽവ കറക്റ്റായിട്ടുണ്ടെന്ന്. നല്ലൊരു മണമാണ് ഹൽവയ്ക്ക്. നെയ്യ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു മണം കിട്ടും. അല്ലാതെ വേറെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നെയ്യില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മളങ്ങനെ ഹൽവ എടുത്തു വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു.
ഇനി നമുക്കിത് അതിൻ്റെ മോൾവശം ഒന്ന് മെല്ലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് മിനുസാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുക്കും. അന്നേരം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മാമ്പഴ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇതിന് മുന്നേ തന്നെ മാമ്പഴം വെച്ചിട്ടുള്ള ഫ്രൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതും വളരെ ടേസ്റ്റാണ്. അത് എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ പച്ച മാങ്ങ കൊണ്ട് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴ കാലത്ത് നമുക്ക് ഈ മാമ്പഴം വെറുതെ വേസ്റ്റാക്കി കളയാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.